വിശദമായ വാർത്തയിലേക്ക്. സ്വർണ്ണക്കട കുത്തിത്തുറന്ന് മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് പോലീസിന്റെ പിടിയിലായി. എടപ്പാൾ അയലക്കാട് സ്വദേശി മൻസൂറിനെയാണ് വെട്ടിച്ചിറയിൽ നിന്നും പോലീസ് പിടികൂടിയത്. വെള്ളിയാഴ്ച പുലർച്ചെ വെട്ടിച്ചിറയിലെ തൗഫീഖ് ഗോൾഡ് സൂക്ക് എന്ന സ്വർണ്ണ വ്യാപാരക്കട കുത്തിത്തുറന്ന് മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി പോലീസിന്റെ വലയിലായത്. പ്രതിയിൽ നിന്നും കമ്പിപ്പാര അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വരികയായിരുന്നു പിടിയിലായ മൻസൂർ. സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച സംഭവം പ്രതി പോലീസിനോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വളാഞ്ചേരി, കുറ്റിപ്പുറം, പരപ്പനങ്ങാടി, എടപ്പാൾ, ചങ്ങരംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി വീടുകളിൽ നിന്നും പ്രതി സ്വർണ്ണാഭരണങ്ങളും മറ്റും മോഷ്ടിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ബൈക്ക് മോഷ്ടിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ച 5 വർഷം മുമ്പാണ് പ്രതി പുറത്തിറങ്ങിയത്. ആൾതാമസമുള്ള വീടുകളിൽ ജനൽ വഴി സാധനങ്ങൾ മോഷ്ടിക്കാൻ വിദഗ്ധനാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് വെളുപ്പിന് 3:15 മണിയോടുകൂടി വെട്ടിച്ചിറ ജംഗ്ഷനിലുള്ള തൗഫീഖ് ജ്വല്ലറിയിൽ മോഷണം നടത്താൻ ശ്രമിക്കുന്ന മൻസൂർ 29 വയസ്സ് പെരുവിങ്ങൽ വീട് അയലക്കാട് എടപ്പാൾ എന്നയാളെ വളാഞ്ചേരി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയും ടിയാനെ വിശദമായി ചോദ്യം ചെയ്തതിൽ വളാഞ്ചേരി, കുറ്റിപ്പുറം, ചങ്ങരംകുളം, പൊന്നാനി, എടപ്പാൾ എന്നീ മേഖലകളിൽ നിരവധി ഭവനവേദന കേസുകളിലെ പ്രതിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്ക് ഇടയാകാറ്. പലപ്പോഴും നമ്മൾ രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് ജനലിൻ്റെ വാതിൽപ്പാളികൾ തുറന്നിടുകയോ അല്ലെങ്കിൽ കുറ്റിയിടാൻ മറന്നു പോവുകയോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവിടെ വന്ന് അത് കുറ്റി വലിച്ച് തുറന്ന് പലപ്പോഴും നമ്മുടെ ആഭരണങ്ങളും മറ്റും ഏതെങ്കിലും ബാഗുകളിലോ അല്ലെങ്കിൽ അതിനോട് സമീപസ്ഥമായിട്ടുള്ള ടേബിളോ മറ്റു സ്റ്റെയറിലോ ഏതെങ്കിലുമൊക്കെ നമ്മൾ വെച്ചിരിക്കും. ആ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്നിലെ കൈ ഉപയോഗിച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്ത സമീപത്തുള്ള ഏതെങ്കിലും വിറകോ അല്ലെങ്കിൽ തോട്ടിയോ മറ്റോ ഉണ്ടാക്കി അതിലൂടെ വലിച്ചെടുക്കുന്ന രീതിയാണ് ഇയാൾ തുടർന്നു വരുന്നത്. ട്രെയിൻ യാത്രക്കാരായ ആളുകളുടെ ബാഗുകളും മറ്റും മോഷണം നടത്തുന്നതും പ്രതിയുടെ പതിവ് രീതിയാണത്രേ. വളാഞ്ചേരി CI KG സുരേഷിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൽ അസീസ്, ജയപ്രകാശ്, അബ്ദുൽ ഷുക്കൂർ, ഇക്ബാൽ, ഷറഫു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തിരൂർ ജില്ലാ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.